നമസ്കാരം. മിസ് മേരി മോർസ്റ്റൺ അതിസുന്ദരിയായ ഒരു യുവതി ഒരു ദിവസം നമ്മുടെ ഷെർലോക്ക് ഹോംസിന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ വാട്സൺ ഇച്ചിരി പ്രണയം തോന്നി. സുന്ദരിയാണേ, അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ കക്ഷിക്ക് ഹോംസിന് ആ കുട്ടിയുടെ മുഖത്ത് ഒരു ഭയമാണ് കാണാൻ സാധിച്ചത്, ഒരു ആശങ്ക, ഒരു ദുഃഖം. ദ സൈൻ ഓഫ് ദി ഫോർ, 4 പേരുടെ അടയാളം. നമുക്ക് കഥ തുടങ്ങല്ലേ. മേരിക്ക് എല്ലാ വർഷവും, അതായത് 6 വർഷമായിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു മുത്ത് സമ്മാനമായി കിട്ടുന്നു. ആരാണ് അയക്കുന്നത്, എവിടെ നിന്നാണ് തരുന്നത്, ഇത് തരുന്നതിന്റെ ഉദ്ദേശം എന്താ, ഒന്നും അവൾക്കറിയില്ല. അവളത് സ്വീകരിച്ചു, വേറെ ഒന്നും അന്വേഷിക്കാൻ പോയില്ല. ഒരു ദിവസം അവൾക്കൊരു കത്തും കൂടി അതിൻ്റെ ഒപ്പം വന്നു. ആ കത്ത് വായിച്ചപ്പോഴാണ് അവൾക്ക് ഭീതിയായത്, സങ്കടം വന്നത്, പല സംശയങ്ങളും വന്നത്. ഇതിലെന്തൊരു ദുരൂഹത ഉണ്ടെന്നും അവൾക്ക് മനസ്സിലായി. ആ കത്തിൽ എഴുതി ഇതിങ്ങനെയാണെന്ന്: എനിക്കൊന്ന് നേരിട്ട് കാണണം, പക്ഷേ ഒരിക്കലും പോലീസിനോട് പറയരുത്, പോലീസിനെ വിളിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒരാൾ എനിക്ക് നേരിട്ട് കാണണം, പക്ഷെ പോലീസിനെ വിളിക്കരുത്, അങ്ങനെ പറയുമ്പോൾ ആർക്കായാലും ഇത് തോന്നില്ലേ? അത് തന്നെയാണ് ഈ കുട്ടിക്കും തോന്നിയത്. ഈ ആശങ്ക പങ്കുവെക്കാൻ ഈ ലോകത്ത് അവൾക്ക് മുന്നിൽ ഒരൊറ്റ ഒരാളുള്ളൂ, ഷെർലോക്ക് ഹോംസ്. അതുകൊണ്ടാണ് അവള് ഹോംസിന്റെ അടുത്തേക്ക് വന്നതും സഹായം അഭ്യർത്ഥിച്ചു. ഹോംസ് പറഞ്ഞു, നമുക്ക് ശരിയാക്കാം, നമുക്ക് അന്വേഷിക്കാം എന്താണ്, ആ അടുത്തേക്ക് നമുക്ക് പോവാം. അങ്ങനെ ഷെർലോക്ക് ഹോംസും നമ്മൾ മേരിയും കൂടെ നമ്മൾ ഡോക്ടർ വാട്സണും ഇവർ 3 പേരും കൂടി ആ അജ്ഞാതനെ തേടി പോവാണ്. ഇതിന്റെ പിറകിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ മേരിയുടെ അച്ഛൻ മോർസ്റ്റൺ ക്യാപ്റ്റൻ ആയിരുന്നു. ലണ്ടനിൽ 10 വർഷം മുന്നേ അദ്ദേഹത്തെ കാണാതായി. അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അച്ഛനെ തേടി, പക്ഷെ ഒരു തെളിവുമില്ല. അപ്പോൾ ഈ അച്ഛനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ മുത്തും ഈ അജ്ഞാതനും ഈ സംഭവം? അപ്പോൾ അതും കൂടി കണ്ടുപിടിക്കാനും കൂടിയാണ് അവള് ഹോംസിന്റെ അടുത്ത് അഭയം തേടിയത്. അപ്പോൾ ഹോംസിനാണെങ്കിൽ സംഭവം ഏകദേശമൊക്കെ ഇനി എന്താ സംഭവിക്കാൻ കത്തിയിട്ടുണ്ട്. അപ്പം മൂപ്പര് ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. അങ്ങനെ ഇവർ 3 പേരും ആ അജ്ഞാതനെ തേടി പോവുകയാണ്. ആ അജ്ഞാതനെ നേരിട്ട് കാണാണ്. അദ്ദേഹത്തിന്റെ പേര് താദിയസ് ഷോൾട്ടോയ്. ആരാന്നറിയണ്ടേ? നമ്മുടെ മേരിയുടെ അച്ഛന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മേജർ ഷോൾട്ടോയിന്റെ മകനാണ് താദിയസ്. അയാൾ പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു വലിയൊരു നിധിയുണ്ട്, ഒരുപാടുണ്ട്, അത് നിനക്ക് കൂടി അർഹതപ്പെട്ടതാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മേജർ ഷോൾട്ടോയ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പായി നിനക്ക് കൂടി തരാൻ. അപ്പൊ അത് തരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിച്ചത്. അതെന്നാണ് ഞാൻ ഈ മുത്ത് ഇങ്ങനെ വർഷം നിനക്ക് തരാറ്. അപ്പൊ നമുക്ക് എൻ്റെ സഹോദരന്റെ വീട്ടിലുണ്ടാ മുത്ത്, നമുക്കത് പോയി എടുക്കാം. അങ്ങനെ ഹോംസിനെയും വാട്സിനെയും മേരിനെ കൂടിയിട്ട് ഇവർ ആ വീട്ടിലേക്ക് പോവാണ്, സഹോദരന്റെ വീട്ടിലേക്ക്. പക്ഷേ സഹോദരന്റെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം മൊത്തം മാറി മറിഞ്ഞത്. എന്താണെന്നറിയോ? സഹോദരൻ മരിച്ചു കിടക്കാണ്. വിഷം കലർന്ന ഒരു മുള്ളറ്റിലാണ് ഇദ്ദേഹം മരിച്ചത്. അത് പെട്ടെന്ന് നമ്മൾ ഹോംസിന് മനസ്സിലാക്കുന്നു. പിന്നെ അദ്ദേഹം ഒന്ന് തൻ്റെ ബുദ്ധിശക്തിയുടെ മൊത്തം നോക്കുന്നു, തെളിവുകൾ പാതി ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നു, സ്മെല്ലടിച്ച് നോക്കുന്നു. മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല്, പിന്നെ കയറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹോംസ് ഒരു ഇതിലേക്ക് ഇങ്ങനെ എത്താണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു ചെറിയ കാൽപാദം ഉണ്ടായിരുന്നു ആ സീലിങ്ങിലൊക്കെ. എല്ലാം കൂടി കൂട്ടിക്കഴിച്ച് അദ്ദേഹം ഒരു നിഗമനത്തിലെത്താണ്. എന്താണെന്നറിയോ? ഒരു കാൽപാദം ഇല്ലാത്ത ഒരാളും, അതായത് ഒരു കാലില്ലാത്ത ഒരാളും, അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാലുമുള്ള ഒരു ആദിവാസി യുവാവും കൂടി ചേർന്നാണ് ഇത് കൊലപ്പെടുത്തിയത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നിധി എടുക്കാനാണ്. അപ്പോൾ ഈ നിധിയുള്ള കാര്യം അറിയുന്ന വേറെ ആരോ ഉണ്ട്. അത് ഹോംസിനും മേരിക്കും വാട്സനും മനസ്സിലായി. അപ്പോൾ അവർ അതിനു വേണ്ടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. അവരത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഹോംസ് ആ വീട് മൊത്തം പരതി.
ഇനിയും തെളിവുകൾ, ഇനിയും തെളിവുകൾ. പരതി നോക്കിയപ്പോൾ നമ്മളെ മേജർ ഷോൾട്ടോയിന്റെ താജിയസിന്റെ അച്ഛൻ അവിടെ മുറിയിലേക്കും പോയി നോക്കിയപ്പോൾ അവിടെ നിന്നൊരു എഴുത്ത് കിട്ടാണ്. ദ സൈൻ ഓഫ് ദി ഫോർ, 4 പേരുടെ അടയാളങ്ങൾ. അതിൽ പല കാര്യങ്ങളും കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കീ പോയിന്റ്. ആ ഒരു എഴുത്തിലൂടെ അവരെത്തുന്നത് നമ്മുടെ ഇന്ത്യയിലേക്കാണ്, നമ്മുടെ ഇന്ത്യയിലെ ആഗ്രയിലേക്കാണ്. ഇവിടെയാണ് ഇതിന്റെ എല്ലാം ഈ സംഭവത്തിന്റെ മെയിൻ അടിത്തറ. ജോൺ നാഥൻ സ്മോൾ, ഇദ്ദേഹമായിരുന്നു ഈ നിധിയുടെ ഏക അവകാശി. ഒരു ദിവസം ആഗ്രയിൽ വെച്ച് പണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് ഈ നിധി തട്ടിയെടുത്ത് നമ്മളെ ഈ ഷോൾട്ടോയും പിന്നെ മേരിയുടെ അച്ഛനും കൂടി ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നു. അയാൾ വിടുവോ? അയാൾ നിധി തട്ടിയെടുത്താണ് ഇവർ രണ്ടാളും പോകുന്നത്. ഇത് തേടി പിടിക്കാൻ വേണ്ടി അത് മാത്രമല്ല പ്രതികാരമുണ്ട്. തൻ്റെ കയ്യിൽ തട്ടി ആർക്കായാലും ഉണ്ടാവുമല്ലോ. അതിനു വേണ്ടിയിട്ട് ആൻഡമാൻകാരനായ ടോങ്കോയും, അതായത് നമ്മളെ സ്മോളിന്റെ പ്രധാന സഹായി, അയാളും കൂട്ടിയിട്ട് ഇവര് ലണ്ടനിലേക്ക് വരാണ്. പ്രധാന ലക്ഷ്യം നിധി എടുക്കുക, പ്രതികാരം വീട്ടുക. അതവർ കൃത്യമായി നിർവഹിച്ചു. നമ്മുടെ ഷെർലക് ഹോംസ് കൃത്യമായ തെളിവ് ശേഖരണത്തിലൂടെ ഇത് ഇവരെ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെ നമ്മുടെ സ്കോട്ട്ലാൻഡ് യാർഡിലെ പോലീസുകാരുമൊത്ത് അദ്ദേഹം ഇവരെ തേടിയിറങ്ങി. കുറെ സ്ഥലത്ത് നോക്കിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇവർക്കൊരു സൂചന കിട്ടി, അങ്ങ് തേംസ് നദിയിൽ ഇവരുണ്ടോ എന്ന്. ചെറിയ സൂചനയാണ്, എന്നാലും ഹോംസും കൂട്ടരും അങ്ങോട്ട് പോയി. തേംസ് നദിയിൽ അവിടെ ഉണ്ടായിരുന്നു അവര്, സ്മോളും ടോങ്കയും. കുറച്ച് ഭീകരരാണ്, അത്ര പെട്ടെന്ന് നമുക്ക് കൊണ്ട് പോയി പിടിക്കാൻ കഴിയില്ല. അവർ ബോട്ടിലുണ്ട്. ഇവർ മെല്ലെ പിടിക്കാൻ പോകും. പക്ഷെ പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലാവും, തങ്ങളെ പിന്തുടർന്ന് പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്, ഒപ്പം ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസും. പിന്നെ അവർ ആ നദിയിലൂടെ ബോട്ടിലൂടെ പോവാണ്, ആവേശകരമായിട്ടുള്ള ഒരു സ്പീഡിൽ. അതായത് അത്രയ്ക്ക് സ്പീഡിൽ പോകുമ്പോൾ അതിന് പുറകെ ഇവര് ചേസ് ചെയ്യാണ്, വാട്സണും നമ്മുടെ ഹോംസും എല്ലാവരും. അതിവേഗത്തിലാണ് ഈ ബോട്ട് പോകുന്നത്. നമുക്ക് ഒരിക്കലും അവരെ പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയും വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ബോട്ട്. അതിന് പിറകെ പോകുന്ന വാട്സണും ഹോംസും പോലീസും ഒരു രക്ഷയുമില്ല, പിടിക്കില്ല, അത്രയും പോക്ക്. അവർ രക്ഷപ്പെടും. പക്ഷെ നമ്മുടെ വാട്സൺ, അദ്ദേഹം പണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. ആ കഴിവ് ഇവിടെ തെളിയിച്ചു. ഒരൊറ്റ ഷോട്ട്, ടോങ്കോ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പിന്നെ സ്മോൾ എന്ത് ചെയ്യും? സ്മോൾ എന്താ ചെയ്തറിയോ? കയ്യിലുണ്ടായിരുന്ന ആ നിധി മൊത്തം എടുത്തിട്ട് നേരെ ആ പുഴയിലേക്ക് എറിഞ്ഞു. കോടികൾ വിലപിടിപ്പുള്ള ആ സാധനം മൊത്തം, തന്നെ പറ്റിച്ച് കൊണ്ടുവന്ന ആ സാധനം ആർക്കും കിട്ടണ്ടെന്ന് വെച്ചു. ആർക്കും ഒരു ഉപകാരമില്ലാണ്ട് പോയി മൊത്തം നദിയിലേക്ക്. അയാൾ പിടിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ഷെർലക് ഹോംസിന് പൂർണ്ണമായിട്ട് തൃപ്തിയായില്ല. പറയാൻ കാരണം, പിടിക്കപ്പെട്ടെങ്കിലും ആ നിധിയൊക്കെ പോയില്ലേ, ആ നിധി കൂടി കിട്ടണമായിരുന്നു, എന്നാലും അതിൻ്റെ ഒരു പഞ്ചുള്ളൂ. ആ നിധിക്ക് വേണ്ടിയിട്ടില്ല നമ്മൾ, ആ നിധിയാണല്ലോ ഇതിന്റെ തുടക്കം. മേരിക്ക് സന്തോഷമായി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എല്ലാ കുരുക്കുകളും മാറിക്കിട്ടി. വാട്സൺ അതിനേറെ സന്തോഷമായി. പറയാൻ കാരണം, വാട്സന് ആദ്യം തൊട്ടേ നമ്മളെ മേരിനോട് സ്നേഹം ഉണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അയാള്. വാട്സൺ ഈ നിധി പോയപ്പോൾ ഒന്ന് ഉറപ്പിച്ചു, നിധി പോയി, ഇനി മേരി എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ടോളൂ. നല്ലൊരു തക്കമായൊരു സമയത്ത് വാട്സൺ മേരിയോട് പറയും, എനിക്ക് ഇഷ്ടമാണ്. തൻ്റെ പ്രണയം മൊത്തം വെളിപ്പെടുത്തും. മേരി നോ പറഞ്ഞില്ല. പറയാൻ കാരണം, തന്നെ ഇത്രയും സഹായിച്ച ഒരാളാണ് വാട്സൺ, ഹോംസിന്റെ ഒപ്പം, ഹോംസിന്റെ അനുയായി. അങ്ങനെ അവരുടെ പ്രണയം പൂവണിയുന്നു, അവർ വിവാഹം കഴിക്കുന്നു. അപ്പൊ ഈ ഷെർലക് ഹോംസിന്റെ ഈ കഥയിലേക്ക് ഒരു പുതിയൊരു കഥാപാത്രം കൂടി വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനല്ല, ചിലർ വന്നു പോകുന്ന പോലല്ല. നമ്മള് ഹോംസിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട റൂംമേറ്റായ വാട്സൺ വിവാഹം ചെയ്യുന്നു മേരിയെ, ഷെർലക് ഹോംസിനോട് സഹായത്തിനായി വന്ന മേരിയെ.
അതോടെ ഈ കഥ പൂർണ്ണമാവുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ബട്ടൺ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം. ജിബിൻ വിശ്വനാഥൻ, ഗുഡ് ബൈ.